ഹായ് ഫാമിലി, നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് നോക്കാം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബിസ്ക്കറ്റ് എന്ന് അധികമായ അത് നല്ലതല്ല. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 25 ഗ്രാം അടുപ്പിച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി അത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് 3/4 കപ്പ് ഗോതമ്പ് മാവ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത മാവാണ്. പിന്നെ കുറച്ച് പാൽപ്പൊടി, നമുക്ക് വേണമെങ്കിൽ മാത്രം പാൽപ്പൊടി ആഡ് ചെയ്താൽ മതി. ഇത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാരയോടൊപ്പം ഞാൻ 2-3 ഏലക്കയുടെ അരിയും കൂടെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മുടെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാരയെ പൊടിച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ബട്ടർ ആ മാവിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ശേഷം കുറച്ച് പാൽ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. കുഴച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത് മുറിച്ച് നോക്കണം. മുറിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ രണ്ടായിട്ട് മുറിയുമ്പോൾ അതിൻ്റെ അകത്ത് പിരുപിരാന്ന് മാവിരിക്കും. അതാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക് ആ ഒരു പിരുവിരിപ്പ് ഫീൽ ചെയ്യത്തില്ല. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കാണിക്കാം. ഓവനല്ല കേട്ടോ, ഇലക്ട്രിക് ഓവൻ വെച്ചിട്ടൊന്നും അല്ല ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. നോർമൽ നമ്മൾ ഒരു സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ബിസ്ക്കറ്റ്. നമ്മൾ ഈ ഉരുളയാക്കിയത് നമുക്കൊരു ചപ്പാത്തി പലകയിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. അതിന് മുകളിലായിട്ട് ആദ്യം ഒന്ന് ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തി ഇതുപോലെ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു മോൾഡ്, കുപ്പിയുടെ അടപ്പായാലും മതി, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കകത്ത് വെച്ച് ഉരുളകളാക്കി നമുക്കുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫില്ലിംഗ് ആക്കി വെച്ചിട്ടാണ്. ചോക്ലേറ്റ് വെച്ചിട്ട് അത് വീണ്ടും നന്നായിട്ട് ഉരുട്ടി ചെറിയൊരു ചപ്പിച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഞാനിപ്പോൾ ഒരെണ്ണേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. കഴിവതും വെജിറ്റബിൾ ഓയിലോ എങ്ങനെ ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒരു കുത്ത് ഫീൽ ചെയ്യും. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ മാവ് അതിലിട്ട് വറുത്ത് കോരാം. ഫസ്റ്റ് മെത്തേഡ് അങ്ങനെയാണ്. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇച്ചിരി കൂടിയ തീയിൽ ഒരു 2-3 സെക്കൻഡ് അത് ചൂടാക്കി എടുത്തിട്ട് ഒരു പാത്രം എടുക്കുക. അതിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ബിസ്ക്കറ്റിൻ്റെ സാധനങ്ങളെല്ലാം കൂടി അതിലിട്ടിട്ട് കുക്കറിൽ ഇതെടുത്ത് വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അത് നമ്മുടെ ഗ്യാസിലെ തീ കണക്കിരിക്കും, ചെറു തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മണം വരും കേട്ടോ ഇത് മൂത്ത് കഴിയുമ്പോൾ. ഇത് 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ ബിസ്ക്കറ്റ്, കുക്കറിൽ വെച്ച ബിസ്ക്കറ്റും സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുമ്പം ഒത്തിരി സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് ഈ 2 മെത്തേഡിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നോർമൽ എണ്ണയൊക്കെ തടവിയിട്ട് ഈ ബാറ്റർ ഈ ബിസ്ക്കറ്റിൻ്റെ സംഭവം അതിലുണ്ടാക്കിയാലും മതി. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.